ഇനി ചില്ല് പൊട്ടിയാലും കുഴപ്പമില്ല, അത് വെച്ചിട്ടൊരു പണിയുണ്ടെന്നേ. അപ്പോൾ നമ്മളിതാ പൊട്ടിയൊരു ഗ്ലാസ് കഷ്ണം കിട്ടിയിട്ടുണ്ട്, നന്നായി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കിയാലോ? നമുക്ക് ദിവസവും മാച്ചിട്ട് പുതിയ പുതിയ കോഡ്സൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ബോർഡ് ഉണ്ടാക്കിയാലോ? ബ്ലാക്ക് ബോർഡെന്നോ വൈറ്റ് ബോർഡെന്നോ പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ ബോർഡാണ് കേട്ടോ. അതായത് നമുക്ക് തെളിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ ഒരു ഗ്രീൻ കളർ പേപ്പറാണ് വെച്ചെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേബിൾ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ യൂസ് ചെയ്തെന്ന് മാത്രം. ഇനി നമ്മളിതിനൊരു കാർഡ്ബോർഡിൻ്റെ ഉള്ളൊന്ന് പൊതിഞ്ഞെടുക്കാൻ പോവുകയാണ്. പൊതിഞ്ഞെടുക്കുന്നത് വേറെ ഒന്നുമില്ല, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടിയ ഷേപ്പിലൊക്കെയാണ്, നമ്മുടെ കയ്യിൽ കൊണ്ട് കോറാതിരിക്കാനും പിന്നെ നമ്മുടെ ടേബിളിൽ വയ്ക്കുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതായിട്ട് തോന്നി. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്ലേ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാം. കയ്യിൽ കിട്ടിയത് കാർഡ്ബോർഡാണ്, അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആ ബോർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബ്ലാക്ക് കളറൊക്കെ കൊടുത്ത് കുറച്ച് കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് വേണമല്ലോ. ഇത് അതുപോലെ മാർക്കർ ഉപയോഗിച്ചിട്ട് ഞാനൊരു സ്റ്റാൻഡും ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.